IPL ആവേശകരമായി മുന്നോട്ട് പോകവേ ആദ്യ 3 മത്സരത്തിൽ ഒരു പോയിന്റ് പോലും നേടാത്ത ഏക ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. 6ാം കിരീടമെന്ന വലിയ മോഹത്തോടെ എത്തിയ CSKക്ക് ആദ്യ 3 മത്സരത്തിലും കാലിടറി. 11 മത്സരങ്ങൾ മാത്രം ശേഷിക്കെ CSKക്ക് പ്ലേ ഓഫിലേക്ക് എത്തുക വളരെ ദുഷ്കരമായിരിക്കുകയാണ്. 4ാം മത്സരത്തിലെങ്കിലും CSKക്ക് തിരിച്ചുവരവ് നടത്തേണ്ടതുണ്ട്. ഇതിനായി ചില നിർണായക മാറ്റങ്ങൾ ടീം വരുത്തിയേക്കുമെന്നാണ് സൂചനകൾ. CSKയുടെ നിലവിലെ താരനിര ഉപയോഗിച്ച് ടീമിന് മുന്നോട്ട് പോകുക പ്രയാസമാണ്. എന്നാൽ ടീമിന് മുന്നിൽ മറ്റു വഴികളിൽ നിന്നാണ് വസ്തുത. CSKയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ മാറ്റമുണ്ടായേക്കും. സഞ്ജു സാംസണും ഋതുരാജ് ഗെയ്ക്വാദും ചേർന്ന് ഓപ്പണിംഗിൽ ഇറങ്ങുമ്പോൾ പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ സാധിക്കുന്നില്ല. രണ്ടുപേരും പെട്ടെന്ന് പുറത്താകുന്നത് ടീമിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ CSK സഞ്ജുവിനെയോ ഋതുരാജിനെയോ ബാറ്റിംഗ് പൊസിഷനിൽ മാറ്റിയേക്കും. സഞ്ജുവിനെ ഓപ്പണിംഗിൽ നിലനിർത്തി ഋതുരാജിനെ 3ാം നമ്പറിലേക്ക് മാറ്റാനുള്ള സാധ്യതയാണ് കൂടുതൽ. നെറ്റ്സിൽ വെടിക്കെട്ട് നടത്തുന്ന ഉർവിൽ മധ്യനിരയിലേക്ക് വരുന്നത് CSKക്ക് കരുത്താവുകയും ചെയ്യും. കാർത്തിക് ശർമ്മയ്ക്ക് സീറ്റ് നഷ്ടമാകാനാണ് സാധ്യത. അതേസമയം പ്രശാന്ത് വീർ പ്ലേയിങ് ലെവലിൽ തുടരാനാണ് സാധ്യത കൂടുതൽ. ഡെവാൾഡ് ബ്രവീസ് 4ാം നമ്പറിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യതകളുമുണ്ട്. താരം നെറ്റ്സ് പരിശീലനമടക്കം നടത്തി ഫോമിലേക്ക് എത്തിയെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ബ്രവീസ് വരുന്നത് CSKയുടെ ആത്മവിശ്വാസം ഉയർത്തുമെന്ന കാര്യം ഉറപ്പാണ്. അതേസമയം MS ധോണി ടീമിനൊപ്പം ചേരാൻ ഇനിയും സമയമെടുത്തേക്കും. ധോണിയുടെ അഭാവം ടീമിന്റെ നേതൃത്വത്തെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്ന് നിസ്സംശയം പറയാം. ടീമിലെ ഏറ്റവും പരിചയസമ്പന്നമായ താരമായ ധോണി ഈ സീസണിൽ ഒരു മത്സരം പോലും കളിച്ചിട്ടില്ല. ഏപ്രിൽ 11-ന് ഡൽഹി ക്യാപിറ്റൽസിനായ മത്സരവും അദ്ദേഹത്തിന് നഷ്ടമാകും. അടുത്തിടെ നെറ്റ്സിൽ പരിശീലനം നടത്തുന്ന അദ്ദേഹത്തിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതോടെ ധോണി മടങ്ങിയെത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു. എന്നാൽ പുതിയ റിപ്പോർട്ട് പ്രകാരം അടുത്ത മത്സരവും താരത്തിന് നഷ്ടമാകും. ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ CSKക്ക് വലിയ തലവേദനകളാണ്. നിലവിലെ ബൗളർമാരെ ഫോമിലേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തുക മാത്രമാണ് CSKയുടെ മുന്നിലെ വഴി. CSK നൂർ അഹമ്മദിനെ ടീമിൽ നിന്ന് തഴഞ്ഞ് അഖീൽ ഹുസൈനെ കളിപ്പിക്കാനുള്ള സാധ്യതയാണുള്ളത്. CSKയുടെ സ്പിന്നർമാർ വേണ്ടത്ര മികവ് കാട്ടുന്നത് ടീമിനെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട്. CSK തലമുറ മാറ്റത്തിലേക്ക് കടന്നിരിക്കുന്നതിനാൽ ടീം എന്ന നിലയിൽ ഒത്തിണക്കത്തിലേക്ക് എത്താൻ സമയം ആവശ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ CSKയുടെ ലക്ഷ്യം അക്കൗണ്ട് തുറക്കുക എന്നതാവും. എന്തായാലും CSKയുടെ ശക്തമായ തിരിച്ചറിവ് ഇത്തവണ ഉണ്ടാകുമെന്ന് തന്നെ കരുതാം. ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ജയിച്ച് പ്ലേ ഓഫിലേക്ക് എത്താൻ CSKക്ക് ആകുമെന്നാണ് കണ്ടറിയേണ്ടത്. അങ്ങനെ സാധിക്കാത്ത പക്ഷം പരിശീലകൻ സ്റ്റീഫൻ ഫ്ലെമിങ്ങിന്റെ സീറ്റ് തെറിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് തന്നെ പറയാം. ചുരുക്കത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന മത്സരങ്ങൾ കേവലം കളിയല്ല, മറിച്ച് അവരുടെ അഭിമാന പോരാട്ടമാണ്. പ്ലേ ഓഫ് സ്വപ്നങ്ങൾ സജീവമായി നിലനിർത്താൻ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ പോരാട്ടം CSKക്ക് നിർണായകമാണ്. ടീം കോമ്പിനേഷനിലെ മാറ്റങ്ങളും യുവതാരങ്ങളുടെ പ്രകടനവും ഒപ്പം ധോണിയുടെ തിരിച്ചുള്ള കാത്തിരിപ്പും ആരാധകരെ ആകാംക്ഷയുടെ മുന്നിൽ നിർത്തുന്നു. അസാധ്യമായ സാഹചര്യങ്ങളിൽ നിന്ന് അവിശ്വസനീയമായ തിരിച്ചറിവുകൾ നടത്തിയിട്ടുള്ള ടീമാണ് ചെന്നൈ. ആ മഞ്ഞപ്പടയുടെ കരുത്തിൽ വിശ്വസിക്കുന്ന ആരാധകർ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് ഒന്നാണ്: ഈ പ്രതിസന്ധികളെ മറികടന്ന് CSK വീണ്ടും IPL സിംഹാസനത്തിലേക്ക് കുതിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.